Moving on. Sound clear അല്ലേ? പറഞ്ഞ സൗണ്ട് ക്ലിയർ ആണെന്ന് പറഞ്ഞേ. കേൾക്കാമോ? മേഘ ഓക്കെ. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് വർക്ക് എനർജി ആൻഡ് പവർ ചാപ്റ്റർ 6 പേജ് നമ്പർ 103 ആണ്. ചാപ്റ്റർ 6 പേജ് നമ്പർ 103 വർക്ക് എനർജി ആൻഡ് പവറിലെ ക്വസ്റ്റ്യൻ നമ്പർ 7 വരെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 8. ഓക്കെ, പേജ് നമ്പർ 105 കേട്ടോ. പേജ് നമ്പർ 105 വർക്ക് എനർജി ആൻഡ് പവർ. നോക്കിയേ, ക്വസ്റ്റ്യൻ നമ്പർ 8 നമ്മൾ പഠിച്ചത് അറിയാലോ. എന്താണ് വർക്ക്, എന്താണ് പവർ, അതിന്റെ എല്ലാം യൂണിറ്റ്, ഡയമെൻഷൻസ് എഴുതാൻ. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ദെൻ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 8. A block of mass 0.5 kilograms slides down a smooth curved surface and falls through a vertical height of 2.5 meters to reach a horizontal surface at B. On the basis of energy conservation, the energy of the block at point A and the speed of the block at point B. കണ്ടുപിടിക്കേണ്ടത് A എന്ന പോയിന്റിൽ ഇരിക്കുമ്പോൾ ആ ബ്ലോക്കിൽ ഉണ്ടാവുന്ന എനർജിയും B എന്ന പോയിന്റിലേക്കുള്ള സ്പീഡും ആണ് ഓഫ് ദ ബ്ലോക്ക് അറ്റ് ദ പോയിന്റ് B. ഓക്കെ, നമുക്കറിയാം നമ്മൾ പറഞ്ഞത് എന്താണ്? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് mv²ഉം പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ mgh ആണ്. ഇത് ചലനം കൊണ്ടും ഇത് പൊസിഷൻ കൊണ്ടും കിട്ടുന്ന, അതായത് ഇത് മോഷൻ ആൻഡ് ഇത് പൊസിഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇവിടെ എന്താണ്? ബ്ലോക്ക് ഓഫ് മാസ് 0.5 കിലോമീറ്റർ സ്ലൈഡ്സ് ഡൗൺ എ സ്മൂത്ത് കർവ്ഡ് സർഫേസ് ആൻഡ് ഫോൾസ് ത്രൂ എ വെർട്ടിക്കൽ ഹൈറ്റ് ഓഫ് 2.5 meter to reach a horizontal surface at B. 2.5 meter ആണ് അത് എന്ത് ചെയ്യുന്നത്? ട്രാവൽ ചെയ്തത്, മീൻസ് മൂവ് ചെയ്തത്. അപ്പൊ എനർജി കൺസർവേഷൻ അനുസരിച്ച് എനർജി ഓഫ് ദ ബ്ലോക്ക് അറ്റ് പോയിന്റ് എയിൽ ഇരിക്കുമ്പോൾ ഒരു ഹൈറ്റിലാണ് ഇരിക്കുന്നത്. നമുക്കറിയാം അത് പൊട്ടൻഷ്യൽ എനർജി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 0.5 ആണ് മാസ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 ആണെന്ന് അറിയാം. ആൻഡ് വാട്ട് ഈസ് എച്ച്? ഹൈറ്റ് എത്രയാണ് വന്നിരിക്കുന്നത്? ഹൈറ്റ് വന്നിരിക്കുന്നത് 2.5 ജൂൾ. ഓക്കെ, നമ്മളിത് മൂന്നും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 12.25 ജൂൾ എന്നാണ്. അപ്പോ എയില് കൈനറ്റിക് എനർജി അറ്റ് എയില് ഒരു പൊസിഷനിൽ ഇരിക്കുക. നമുക്കറിയാം വാട്ട് ഈസ് കൈനറ്റിക് എനർജി? നമുക്ക് മോഷൻ കൊണ്ട് കിട്ടുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. എ എന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആ ബ്ലോക്കിന് അവിടെ എന്തെങ്കിലും മോഷൻ സംഭവിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോ അവിടെ റെസ്റ്റിലാണ് ആ ബോഡി ഇരിക്കുന്നത്. ബോഡിയിലിരിക്കുന്ന റെസ്റ്റിലിരിക്കുന്ന ബോഡിക്ക് ഒരിക്കലും കൈനറ്റിക് എനർജി ഉണ്ടാവില്ല. കാരണം കൈനറ്റിക് എനർജി ഡ്യൂ ടു മോഷൻ ആണ്. സോ ഇവിടെ എ എന്ന പാർട്ടില് കൈനറ്റിക് എനർജി എന്തായിരിക്കും? 0 ആയിരിക്കും. കൈനറ്റിക് എനർജി അറ്റ് പോയിന്റ് എ 0. അപ്പൊ നമുക്ക് ടോട്ടൽ എനർജി എങ്ങനെ കണ്ടുപിടിക്കാം? Total energy is equal to kinetic energy plus potential energy. Kinetic energy നമുക്ക് 0 എന്ന് കിട്ടി. What is potential energy? Potential energy is equal to 12.25 J ആണ്. So total energy we get 12.25 joule.
Okay. Well, the energy of a block at the point A in the block A point ആ ബ്ലോക്കിന്റെ എനർജി നമുക്ക് കാണാൻ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജിയാണ് എടുക്കേണ്ടത്. എന്ന ബ്ലോക്കില് സോറി എന്ന പോയിന്റില് ബ്ലോക്ക് റെസ്റ്റിലായതുകൊണ്ട് അവിടെ കൈനറ്റിക് എനർജി സീറോയും ഒരു നിശ്ചിത ഹൈറ്റിൽ ഇരിക്കുന്നത് കൊണ്ട് അവിടെ ആ പൊസിഷനിൽ ഇരിക്കുകയാണ് അത്. അപ്പൊ അവിടെ എന്തുണ്ടാവും? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. അതാണ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എം ജി എച്ച് കാണാം. എമ്മും ജിയും എച്ചും നമുക്കറിയാം 12.25 ജൂൾ. അതായത് എനർജിയുടെ യൂണിറ്റ് ആണ് ജൂള് കിട്ടും. ടോട്ടൽ എനർജി ആണ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും സം ചെയ്യുക. വി ഗെറ്റ് 12.25 ജൂൾ എന്ന് കിട്ടും. ഓക്കെ. Then second one, what is B? എന്താണ്? The total energy of the block at A must be the same as the total energy at B എന്നാണ് പറയുന്നത്. അതായത് A എന്ന പൊസിഷനിൽ ഇരുന്നപ്പോൾ ഉള്ള ടോട്ടൽ എനർജി B എന്ന പൊസിഷനിൽ വരുമ്പോഴുള്ള ടോട്ടൽ എനർജിക്ക് എന്താണ്? സെയിം ആണോ നോക്കാം. The speed of the block at the point B ആണ്. അതായത് ഇവിടെ വരെ എത്തിയപ്പോൾ ആ ബ്ലോക്കിന് ഉണ്ടായ സ്പീഡാണ് നെക്സ്റ്റ് നമുക്ക് കാണേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെ കാണും? സ്പീഡ് എങ്ങനെ കാണും? ടോട്ടൽ എനർജിയില് എ എന്ന് പറയുന്നത് 12.25 ജൂൾ ആണെന്ന് അറിയാം. ഇനി ടോട്ടൽ പോയിന്റ് അറ്റ് ബി കാണും. ടോട്ടൽ പോയിന്റ് അറ്റ് ബി കാണുമ്പോൾ നോക്കിയേ, ഹാഫ് എം ബി സ്ക്വയർ ആണ്. കാരണം എന്താണ്? താഴെ ഇരിക്കുന്ന അതിന് ഹൈറ്റ് എന്താണ്? 0 ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി is equal to 12.25 ജൂള്. ഹൈറ്റ് 0 ആണ്. അപ്പൊ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്തായി വരും? 0 ആയിട്ട് വരും. ആൻഡ് ദെൻ അറ്റ് ദ പോയിന്റ് ബിയിലേക്ക് നമ്മൾ എന്താണ്? മുകളിൽ ഇരിക്കുന്ന ഒരു ബ്ലോക്ക് മോഷനിലാണ്. അപ്പോ കൈനറ്റിക് എനർജി നമുക്ക് കിട്ടും. എന്ത് കിട്ടും? ഹാഫ് എം ബി സ്ക്വയർ. ഓക്കെ. ഹാഫ് എം ബി സ്ക്വയർ എന്ന കൈനറ്റിക് എനർജിയാണ് നമുക്ക് അവിടെ കിട്ടണത്. നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് എം വി സ്ക്വയർ നമ്മൾ പറഞ്ഞു അറ്റ് എയിലുള്ള ടോട്ടൽ എനർജി സെയിം ആസ് ദ ടോട്ടൽ എനർജി അറ്റ് ബി ആണ്. ബിയിലുള്ള ടോട്ടൽ എനർജി എങ്ങനെ കാണും? ബിയിലെ പൊട്ടൻഷ്യൽ എനർജി ഇല്ല, ഓൺലി ദ കൈനറ്റിക് എനർജി ആണുള്ളത്. അപ്പൊ നമ്മൾ അതിനെ ടോട്ടൽ എനർജിക്ക് സെയിം ആണെന്ന് എഴുതി. ഓക്കെ. ഇവിടെ നിന്ന് നമുക്ക് ബി അറിയില്ല. ബി അറിയില്ലാത്തത് കൊണ്ട് തന്നെ 2 into 12.25 divided by what is mass? Mass is 0.5. വി സ്ക്വയർ നമുക്കൊരു വാല്യൂ കിട്ടും. അതിനെ ചെയ്യുമ്പോൾ നമുക്ക് 49 എന്ന് കിട്ടും. Then V is equal to root of 49. That's equal to 7 meter per second. വെലോസിറ്റിയുടെ യൂണിറ്റ് ആണ് എന്താ? മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സ്പീഡും കിട്ടി. എയിലുള്ള ടോട്ടൽ എനർജിയും ബിയിലുള്ള ടോട്ടൽ എനർജിയും സ്പീഡും കിട്ടി. എന്തെങ്കിലും കൺഫ്യൂഷനോ ഡൗട്ടോ ഉണ്ടെങ്കിൽ ചോദിക്കണം. അങ്ങനെയാണ് അത്. ഇത് ഈ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് എക്സാമിന് ട്ടോ. എന്തെങ്കിലും കൺഫ്യൂഷൻ? വേഗം ആദ്യമായിട്ട് കയറിയതാണ് ക്ലാസ്സിലെ? എന്താ? അല്ല, ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് കയറിയിട്ട് പക്ഷെ റെഗുലർ ആയിട്ട് ഹലോ, റെഗുലർ ആയിട്ട് കയറാറുണ്ടോ ക്ലാസ്സില്? ക്ലിയർ ആവണില്ല. നെറ്റിന്റെ എന്താ വിഷയം ഉണ്ടെന്ന് തോന്നുന്നു. ക്ലിയർ ആവണില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ നമ്പർ 8 ക്ലിയർ ആയോ? ഓക്കെ. ഇയാള് പറയണത് എനിക്ക് ക്ലിയർ ആവണില്ല. നെറ്റിന്റെ നല്ല വൈബ്രേറ്റ് ചെയ്യുന്നു ഇയാളുടെ വോയിസ്.
Question number 9 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. Okay, body of mass m at rest is hit head on elastically by a body of mass m kilogram moving with a speed of u. രണ്ട് ബോഡീസ് ആണ് ഇവിടെ എടുത്തേക്കുന്നത്. അത് രണ്ടും കൂടി ഹിറ്റ് ചെയ്യാണ് at the speed of u. Find the magnitude and the directions of the motion of a body after collision. കൊളീഷന് ശേഷം ഉണ്ടാവുന്ന മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആണ് ചോദിച്ചേക്കുന്നത്. മനസ്സിലാകുന്നില്ല? ടു ബോഡി കൊളൈഡഡ് വിത്ത് ഈച്ച് അതർ. അതിനെന്തുണ്ടാവുന്നു? ഒരു സ്പീഡ് ഉണ്ട്, അത് യു ആണ്. അതിന്റെ ആഫ്റ്റർ ദ കൊളീഷൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആണ് ചോദിച്ചേക്കുന്നത്. ദ കൊളീഷൻ ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. ഫിഗറിൽ തന്നിട്ടുണ്ട് കൊളീഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന്. എ ഫസ്റ്റ് ബോഡിയാണ് എ, ദ സെക്കൻഡ് ബോഡി ഈസ് ബി. എം ആണ് രണ്ടിന്റെയും മാസ്. ഫസ്റ്റ് വൺ ആൻഡ് സെക്കൻഡ് വണ്ണിന്റെ മാസ് ഇവിടെ സ്മോൾ എം എന്നാണ് എടുത്തിരിക്കുന്നത്. ദെൻ ഹിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സ്പീഡ് എത്രയാണ്? യു ആണ്. Okay, initially body, the collision is shown in the figure B. Initially body B of mass m at rest is hit head on elastically by a body of mass m moving with the speed of u. B റെസ്റ്റിൽ ഇരിക്കുകയാണ്. A വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്പീഡ് u. After collision, bodies A, B starts moving with velocities nu a and nu b respectively. As there is no external force, the system is an isolates one, hence total momentum remains conserved. Okay. Okay, അപ്പോൾ എന്താണ്? mu എന്ന് പറയുന്നത് ആദ്യത്തെ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ദാറ്റ്സ് ഈക്വൽ ടു രണ്ടെണ്ണത്തിന്റെയും സം ചെയ്യുമ്പോഴാണ് ടോട്ടൽ കിട്ടുക. അപ്പൊ m nu a plus m nu b is equal to m into u. That is 3 m's are cancelled. That is nu a plus total mass into velocity is equal to what is mass into velocity? That is momentum. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? മാസ് ഇൻറ്റു വെലോസിറ്റി. ഇതിലെ മാസുകൾ നമ്മൾ എന്ത് ചെയ്തു? ക്യാൻസൽ ആയി പോയി. Then u is equal to nu a plus nu b. അതായത് ഫസ്റ്റ് ഇതിന്റെ സ്പീഡ് പ്ലസ് സെക്കൻഡ് ബോഡിയുടെ സ്പീഡ് ആണ് ടോട്ടൽ സ്പീഡ് എന്ന് പറയുന്നത്. Then again, if collision is elastic and the total kinetic energy of the system after the collision will be the same as the before the collision. അതായത് കൈനറ്റിക് എനർജി മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണല്ലോ കൈനറ്റിക് എനർജി. അത് ആദ്യം ഉണ്ടായിരുന്ന കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ആഫ്റ്റർ കൊളീഷൻ കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആണ്. ഇവിടെ നമ്മൾ എന്താണ്? mm ക്യാൻസൽ, 1/2 ക്യാൻസൽ. Therefore, u square is equal to va square plus vb square. Okay. Squaring the equation 1. നമുക്ക് ഇക്വേഷൻ 1 എന്താ കിട്ടിയത്? u is equal to nu a plus nu b. ഇതിനെ സ്ക്വയർ ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ? രണ്ട് ഇക്വേറ്റ് ചെയ്തില്ലേ? രണ്ട് ഇക്വേഷൻ, ഒന്നും രണ്ടും ഇക്വേഷൻ ഈക്വൽ ആയി. Then 2 and 3 comparing ഈക്വൽ ആയി എന്നല്ല, ലെഫ്റ്റ് സൈഡ് u സ്ക്വയർ. അപ്പൊ നമുക്ക് അതിനെ ഇക്വേറ്റ് ചെയ്യാം. എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? nu a square plus nu b whole square is equal to nu a plus nu b whole square എന്ന് കിട്ടും. ഇതെന്താ? ഇത് എന്ത് ഫോർമുല? a plus b whole square form. What is a plus b whole square? A square plus b square plus 2ab. That is nu a square plus nu b square is equal to nu a square plus nu b square plus 2 into nu a nu b.
നമുക്ക് എന്ത് ചെയ്യും? ഇതും ക്യാൻസൽ ആയി പോകും, ഇതും ക്യാൻസൽ ആയി പോകും. Then balance ഇട്ടത് 2 nu A nu B is equal to 0. Nu B cannot be 0 because body collision will impact some momentum or kinetic energy to it. Hence we concluded that nu B എന്തായില്ല? 0 ആവത്തില്ല. കാരണം after the collision we will impact some momentum. പറഞ്ഞില്ലേ velocity into mass into velocity ആണ് momentum. അവിടെ ഉണ്ടാവുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? nu A അതായത് ഫസ്റ്റത്തെ ഇതിന്റെ സ്പീഡാണ് 0 ആയിട്ട് എടുക്കുന്നത്. ഫസ്റ്റത്തെ ബോഡിയുടെ സ്പീഡാണ് 0 ആയിട്ട് എടുക്കുന്നത്. ആഫ്റ്റർ കൊളീഷൻ വരുമ്പോൾ റെസ്റ്റിലിരുന്ന നമ്മുടെ ബോഡി ബി അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 0 ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോ ന്യൂ എ is equal to 0 in 1, we get ന്യൂ ബി is equal to u. The body A which has initially the velocity u will come to rest after collision. അതായത് ഇതിനെ ഇടിച്ച് ഇത് വന്നു, ഇതാണ് മൂവ് ചെയ്തത്, ഇത് കംസ് ടു റെസ്റ്റ്. മനസ്സിലാകുന്നുണ്ടോ? ഓൺ ദ അതർ ഹാൻഡ് the body P which has initially at rest will start moving with velocity in the same direction. The body P which have initially at rest, ഇത് ആദ്യം റെസ്റ്റിലായിരുന്നു, ഇതാണ് വന്ന് ഇടിച്ചത്. ആഫ്റ്റർ കൊളിഷൻ ഇത് റെസ്റ്റിലാകും, ഇത് മൂവ് ചെയ്യും. ഓക്കെ, വായിച്ചു നോക്കിയത് മേഘ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, അപ്പൊ മനസ്സിലാവും. നമ്മളെ ക്ലാസ് മാത്രം കേട്ടുകൊണ്ടിരുന്നാല് അവിടെ ഇവിടെയൊക്കെ ശ്രദ്ധ പോകും. ഒന്ന് വായിച്ചൊന്ന് ഓടിച്ചിട്ട് വായിക്കുക. അപ്പൊ ഇടയിൽ വെച്ച് എന്തെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ ചോദിക്കുക. Okay. The next question is question number 10 ആണ്. Draw a load extension graph for a spring. How will you use this graph to calculate force constant of the spring and work done in compressing the spring by a distance x? A load extension graph for a spring. And how will you use this graph to calculate? ആ ഗ്രാഫ് യൂസ് ചെയ്തിട്ട് ഫോഴ്സ് കോൺസ്റ്റന്റ് ഓഫ് ദ സ്പ്രിങ്ങും വർക്ക് ഡൺ ഇൻ എ കംപ്രസിംഗ് ദ സ്പ്രിംഗ് ബൈ ഡിസ്റ്റൻസ് എക്സും. നമ്മൾ സ്പ്രിങ് ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാകും, എക്സ് ഡിസ്റ്റൻസിൽ അത് മൂവ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, ലോഡ് എക്സ്റ്റൻഷൻ ഗ്രാഫ് ഫോർ എ സ്പ്രിംഗ് ഹാസ് ബീൻ ഷോൺ ഇൻ ദ ജോയിനിങ് ഫിഗർ. ദ ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. The slope of the graph, that is the tan theta, gives the value of the force constant. K is equal to force per the distance of the spring. Force constant ന്റെ value എന്താണ്? S is equal to MA. MA ആണ് നമ്മൾ വരുന്നത്. അപ്പൊ MA യിലെ മാസ് 1 ആകുമ്പോൾ നമുക്ക് S is equal to എന്ത് കിട്ടും? ഡിസ്റ്റൻസ് മാത്രമായിട്ട് ഫോഴ്സ് ഇൻടു ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ്, അതാണ് F by X of the spring വന്നത്. Then the area bound by F is equal to F minus Fx graph and X axis give the work done on compressing the spring by a distance X. Work done എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. അവിടെ ഒരു ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോയിന്റ് ഇല്ലേ, അതിന്റെയാണ് എന്ത് ഏരിയ വരുന്നത്. ആൻഡ് ഹാഫ് X into F
half into x into f is equal to half into fx. That's equal to half kx dot x. That is half kx square. അതായത് എന്താണ്? ഇതിന്റെ ഗ്രാഫ് വരുന്നത് എങ്ങനെയാണ്? നമ്മൾ ഫോഴ്സ്, ദെൻ ഇതാണ് അതിന്റെ സ്ലോപ്പ് വന്നത്. ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ, ഇതാണ് അതിന്റെ ഷെയ്ഡഡ് ഏരിയ. അതായത് ഇതിന്റെ ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു എഫ് എന്നാണ്. വാട്ട് ഈസ് എഫ്? എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ്. Therefore, half k x square. This kx വന്നിട്ട് നമ്മൾ k is equal to f by x എന്ന് എഴുതി. അവിടെ നിന്നാണ് f is equal to kx എന്ന് എഴുതണം. Okay, then next question, question number 11. What is work? എന്താണ് വർക്ക്? നമ്മൾ എപ്പോഴാണ് വർക്ക് ചെയ്തെന്ന് പറയണത്? ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഡേ നമ്മൾ എന്തെങ്കിലും ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിനവിടെ എന്തെങ്കിലും റിസൾട്ട് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായാലാണ് അവിടെ വർക്ക് ചെയ്തതായിട്ട് കണക്കാക്കുള്ളൂ. അതായത് വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുന്നത് ഒരു ചുമരിനെ നമ്മൾ തള്ളാണ്, ചുമരിന് എന്ത് വരുന്നില്ല, ഡിസ്പ്ലേസ്മെന്റ് വരുന്നില്ല. അപ്പൊ നമ്മളവിടെ ഒരു വർക്ക് 0 ആണെന്ന് പറയും. ദെൻ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായാലാണ്, അതായത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുമ്പോഴാണ് അവിടെ വർക്ക് ചെയ്തതായിട്ട് പറയുന്നത്. അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 11 പറയുന്നത്. Okay, the word work has different meaning for different people. When you study, you do mental work. When a worker carries bricks and cement to higher force of a building, he is doing physical work against the force of the gravity. But in science, work has a definite meaning. The technical meaning of the work is not always the same as the common meaning. The work is defined in the following way. നമുക്കറിയാം, ചുമട് കൊണ്ടുപോകുന്ന ഒരാളും എല്ലാം ചെയ്യുന്നത് വർക്കാണ്. അതായത് എന്തിനെതിരെയുള്ള വർക്ക്? അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് പോണത്. ആൻഡ് വർക്കിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, സപ്പോസ് ദാറ്റ് എ കോൺസ്റ്റന്റ് ഫോഴ്സ് acting on an object results in displacement d, that it moves it by a distance d along its plane line on a horizontal surface as shown in the figure. The work done by a force is the product of the magnitude of the force component in the direction of the displacement and the displacement of this object. If the force F is acting at an angle theta with respect to the displacement d of the object, its component along d will be F cos theta. Horizontal movement ആണ്, so F cos theta. Then work done by the force F is given by W is equal to work is equal to F cos theta into d. In vector form, the work done is given by F into d. Note that if d is equal to 0, work is equal to 0. That is, no work is done by a force, whatever its magnitude, if there is no displacement of the object. Also note that though both force and displacement are vectors, work is a scalar. അവിടെ എന്താ പറയുന്നത്? ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും അവിടെ എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അല്ല, നമുക്കറിയാലോ എന്തൊക്കെയാണ് വെക്റ്റർ ക്വാണ്ടിറ്റീസിൽ വരുന്നത്? ഫോഴ്സ്, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഇതെല്ലാം വരുന്നത് എന്തിലാണ് വരുന്നത്? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. വർക്ക്, എനർജി, ടൈം, സ്പീഡ്, ഇതെല്ലാം വരുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റിയിലാണ്. ഓക്കെ, വർക്കും എഫ് ഇൻറ്റു ഡി. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതിന് ഓർത്തിരിക്കേണ്ട കാര്യം, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും എന്തുണ്ട്? അതിന് നമ്മൾ എന്താ പറയണ? ദിശയോടൊപ്പം അതിന്റെ അളവുകളും പറയുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കെയിലാർ മീൻസ് വെക്റ്റർ എന്ന് പറയുന്നത്. അദിശ അളവും സദിശ അളവും മലയാളത്തിൽ പറയില്ലേ? അപ്പോ വർക്ക് എന്ന് പറയുന്നത് സ്കെയിലാർ ആണ്.
ഇനി explain the work done by the spring. Spring okay, diagram the spring നമ്മൾ വലിക്കുമ്പോഴുള്ളത്. Okay, a very simple example of the variable force is the force exerted by a spring. Let us derive the expression for the work done in this case. Shows the equilibrium position of a light spring whose one end is attached to a rigid ball and the other end is attached to a block of mass M. The system is placed on a smooth horizontal table. We take x-axis along the horizontal direction. Let mass M be at position x is equal to 0. The spring is now compressed by an external force F. An internal force Fs is called into play in the spring due to its elastic property. This force Fs keeps increasing x and becomes equal to F when the compression is maximum at x is equal to xm. According to Hooke's law, Fs is equal to K into xr. When K is known as the spring constant, since the direction of S is always opposite to the compression or extension, it is written as F is equal to Fx, that's equal to minus Kx. ഇതിൽ നോക്കാം. സ്പ്രിംഗ് ആണ് ഒരു ബ്ലോക്കുമ ഒരു ബോളിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മളെ വലിക്കുമ്പോൾ സ്പ്രിംഗ് എന്ത് ചെയ്യുന്നു? ഒരു ഡിസ്പ്ലേസ്മെന്റ് അതിനെ ചെയ്യുന്നു. ഫോഴ്സ് കൊടുക്കുമ്പോൾ സ്പ്രിംഗ് എന്താ ചെയ്യണേ? ഒരു ഡിസ്റ്റൻസ് അത് വലിയാണ് ചെയ്യുന്നത്. Let us now calculate the work and also examine if it's positive or negative. In the event of the compression of the spring, the external force F is directed towards left and the displacement X is also towards left. Hence, the work done by the external force is positive. നമ്മൾ വലിക്കുന്ന അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷനിലേക്കാണോ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് എങ്കിൽ അതിനെ പോസിറ്റീവ് ആണെന്ന് പറയും. ദെൻ അവിടുത്തെ ഫോഴ്സ് ആ വർക്ക് പോസിറ്റീവ് ആണെന്ന് പറയും. For the same direction of the displacement, the residual force generated in the spring is towards right. F and X are oppositely directed ആണെങ്കിൽ അതിനെ നമ്മൾ നെഗറ്റീവ് എന്ന് പറയും. F നമ്മൾ കൊടുക്കുന്ന F ഡിസ്പ്ലേസ്മെന്റും രണ്ട് ഡയറക്ഷനിലേക്കാണെങ്കിൽ അവിടുത്തെ വർക്ക് നെഗറ്റീവ് ആണ്. The work done by the spring force is negative. We can yourself examine the case of the extension of the spring and arrive at the same result. The work done by the external force is positive, but the work done by the spring force is negative. And its magnitude is minus kxm square. അതായത് the work done by the external force പോസിറ്റീവും the work done by the spring force നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എക്സ്റ്റേണൽ ഫോഴ്സ് പോസിറ്റീവും സ്പ്രിംഗ് ഫോഴ്സ് എന്താണ്? നെഗറ്റീവ് ആണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മള് സ്പ്രിംഗ് ഫോഴ്സ് നെഗറ്റീവ് എന്ന് പറഞ്ഞാല് സ്പ്രിംഗ് ഇങ്ങനെ ഇരിക്കും, നമ്മള് അതിനെ എന്താ ചെയ്യണേ? ഡിസ്റ്റർബ് ആയി നമ്മൾ വലിക്കുകയാണ്. അപ്പൊ അതിന്റെ ഫോഴ്സ് എപ്പോഴും നെഗറ്റീവ് ആണ്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് പോസിറ്റീവും. Okay, a simple calculations can be done to derive an expression for the work done. At x is equal to 0, the force F is equal to 0. X displacement ഇല്ലെങ്കിൽ ഫോഴ്സ് 0 ആണ്. As x increases, the force F increases and become equal to F when x is equal to xm. Okay, x ഉണ്ടായാലേ നമുക്ക് അവിടെ ഫോഴ്സ് ചെയ്തു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. The variation of the force is linear with the displacement. The average force during the compression can be approximated to 0 Fs divided by 2. That's equal to Fs by 2. The work done by the force is given by work is equal to force into displacement. That is Fs by 2 into x. അവിടുത്തെ Fs by 2 എന്താണ്? അവിടെ കൊടുത്തിരിക്കുന്ന ഫോഴ്സ് ആണ് Fs by 2 into displacement ആണ് x. Therefore, Fs is equal to K into x
That is fs ന് നമ്മൾ എന്താ kxm divided by 2 into xm. That is 1 by 2 kx square. Okay. The work done can also be obtained graphically, which is shown as figure 1 by 2 into base into height. Okay, graph base xm, that is base then height. Then half xm base into height k into xm. Then half k xm square. നമുക്ക് കിട്ടിയത് തന്നെയാണ് ഗ്രാഫിൽ നിന്നും represent ചെയ്തിരിക്കുന്നത്. This is the same as analytically in equation 2. കണ്ടോ? ഗ്രാഫിൽ നിന്ന് കിട്ടണതും നമ്മൾ കണ്ടുപിടിച്ചതും സെയിം ആണ്. The work done is equal to half k m square is equal to ഗ്രാഫിൽ നിന്നും ബേസ് into height ആണ്. ബേസ് xm ഉം height എന്താണ് k xm ഉം. That is k xm square. Okay. Okay. Then എന്താണ് പവർ? എന്താണ് പവർ? വർക്ക് ബൈ ടൈം ആണ് അല്ലേ? പവർ എന്തായിരുന്നു? പവറിന്റെ യൂണിറ്റ് വാട്ട് ആണ്. ഒരു സമയത്ത് നമ്മൾ ചെയ്ത പ്രവൃത്തി, നമ്മൾ ചെയ്ത വർക്കിനെയാണ് എന്തെന്ന് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. ഓക്കെ. പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. ഇനി അത് നോക്കാം. പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ്. വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. ഇന്ന സമയത്ത് ചെയ്ത പ്രവൃത്തി, അതാണ് എന്ത് പവർ എന്ന് പറയുന്നത്. In such calculations, we did not consider whether the work is done second or is 1 hour. In our daily life, however, the time taken to perform a particular work is important. For example, a man may take several hours to load a truck with the cement bags, whereas a machine may do this work in much less time. Therefore, it is important to know the rate at which the work is done. The rate at which the work is done is called the power. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് delta T as delta T, work is done in delta. The average power is defined as delta T is the time, delta W is the work. Therefore, the power is equal to delta W divided by delta T. That is work by time. Okay. The rate of change of work by time. If the rate of doing work is not constant, this rate may vary. In such case, we may define the instantaneous power P is equal to delta T tends to 0, delta W divided by delta T. That's equal to dW divided by dt. The definition of the power helps us to determine the SI unit of the power. P is equal to delta W divided by delta T. That is joule per second. That's equal to watt. What is the unit of power? Watt. Ni 1 kilowatt എന്ന് പറഞ്ഞാല് 10 raised to 3 watt ആണ്. 1 kilowatt is equal to 10 raised to 3 watt ആണ്. And 1 megawatt is equal to 10 raised to 6 watt. 1 kilowatt is equal to 10 raised to 3 watt.
1 megawatt is equal to 10 raised to 6 watt ആണ്. Okay. Question number 14. Explain the relationship between the work and the kinetic energy. വർക്കും kinetic energy തമ്മിലുള്ള relation എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. We know that the capacity to do work is called energy. If a system has energy, it has the ability to do work. An automobile moving on a road uses the chemical energy of the fuel. It can push an object which comes on its way to some distance. Thus, it can do work. All moving objects produce energy because they can do work before they come to rest. We call this kind of energy is kinetic energy. Kinetic energy of an object because of its motion. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. Kinetic energy is an energy of an object because of its motion. Okay. Then let us consider an object of mass m moving along a straight line when a constant force of magnitude f acts on its along the direction of the motion. This force produces a uniform acceleration a such that f is equal to ma. Let mu1 be the speed of the object at time t1 and this speed becomes mu2 at another instant of time t2. During this interval of time t is equal to t2 minus t1. The object covers a distance as using the equation of motion we can write. The equation of motion വെച്ചിട്ട് പഠിച്ചിട്ടുണ്ട് v square is equal to u square plus 2as അല്ലേ? Equation of motions മൂന്നെണ്ണം പഠിച്ചില്ലേ അതിലെ? The equation of motion are v square is equal to final velocity is equal to the initial velocity plus 2 into acceleration due to gravity into the displacement. Therefore, what is the acceleration due to gravity? Or mu2 square minus mu1 square divided by 2s. Newton's second law of motion, we know F is equal to m into a. Is equal to m into a. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ m into a this mu2 square minus mu1 square divided by 2 into s. That substitute ചെയ്യുന്നു. Now that work done by the force is given by work done is equal to F into S on. F into S. Okay. Therefore, F is equal to M into mu2 square minus mu1 square. Work is equal to F into S. F നമ്മൾ എന്ത് ചെയ്യണം? എടുത്ത് എഴുതണം. mu2 square minus mu1 square divided by 2s. അതന്നെയാണ് അപ്പൊ എന്ത്? Work. Therefore, half m mu2 square minus half m mu1 square. മനസ്സിലായോ? മനസ്സിലായോ? അതായത് വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ദാറ്റ് ഈസ് വാട്ട് ഇസ് ഫോഴ്സ്? m ഇൻറ്റു mu2 സ്ക്വയർ മൈനസ് mu1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു s ഇൻറ്റു s.
അപ്പൊ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 m nu2 സ്ക്വയർ മൈനസ് 1/2 m nu1 സ്ക്വയർ. ഇവിടെ നിന്നും നമുക്ക് 1/2 m nu2 സ്ക്വയർ എടുക്കാൻ പാടില്ലേ? k2 മൈനസ് k1. k2 എന്ന് പറഞ്ഞാല് ഹാഫ് m nu2 സ്ക്വയറും k1 എന്ന് പറഞ്ഞാല് ഹാഫ് m nu1 സ്ക്വയറും ആണ്. Denote the final and initial kinetic energy. K2 minus K1 denotes the change in the kinetic energy, which is equal to the work done by the force. So K1, K2. K2 minus K1. K2 എന്ന് പറഞ്ഞാൽ half m nu2 സ്ക്വയർ K1 എന്ന് പറഞ്ഞാൽ half m nu1 സ്ക്വയർ ആണ്. ഫൈനൽ ആൻഡ് ഇനിഷ്യൽ കൈനറ്റിക് എനർജീസ് ആണ് ഇത് രണ്ടും. ഫൈനൽ കൈനറ്റിക് എനർജി, final kinetic energy, the initial kinetic energy. അതിന്റെ ഡിഫറൻസ് ആണ് ചേഞ്ച് ഇൻ ദ kinetic energy എന്ന് പറഞ്ഞാൽ K2 minus K1 വരും, which is equal to the work done by the force. അതായത് work done by the force is equal to the change in the kinetic energy K2 minus K1. Kinetic energy എന്താണ്? It's a scalar quantity. Kinetic energy is a scalar energy is scalar quantity, and it depends on the product of the mass and the square of the speed. നമുക്കറിയാം kinetic energy എന്ന് പറഞ്ഞാല് half m v square ആണ്. അപ്പൊ ഇത് ഡിപ്പെൻഡ്സ് ഓൺ ദ മാസിനെ സ്ക്വയർ ഓഫ് ദ സ്പീഡിനെയാണ്. It does not matter which one of the two, that is m or nu is small and which one is larger. And it is total, its total value half mv2 square, half mv square, and that determines the kinetic energy. ഇതാണ് എന്ത് kinetic energy. അത് m-നെയും v square, square of the speed-നെയും ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കാം. Question number 15. A body of mass 10 kilogram. The problem is initially moving with a speed of 4.0 meter per second and a force of 30 Newton is applied on the body of 2 seconds. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് കിലോഗ്രാം മാസ് തന്നിട്ടുണ്ട് 10, സ്പീഡ് തന്നിട്ടുണ്ട് 4.0 and 30 ന്യൂട്ടൺ. ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഫോഴ്സ് ആണ്. Then ടൈം തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഫൈനൽ സ്പീഡ് ഓഫ് ദ ബോഡി ആഫ്റ്റർ 2 സെക്കൻഡ് ആണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താണ്? ഹൗ മച്ച് what is the work done of the body after 2 seconds? Work done by the, what is the final speed of the body after 2 seconds? ഇതിൽ നമ്മൾ കാണുന്നത് F is equal to m into a. അതിൽ നിന്നും ആക്സലറേഷൻ നമുക്ക് എന്ത് എഴുതാം? F by a. നമുക്ക് എന്ത് എഴുതാം? 30/10. 3 എന്ന് കിട്ടും. ആക്സലറേഷൻ ആണ് നമുക്ക് 3 മീറ്റർ പെർ സെക്കൻഡ് കിട്ടിയത്. ഓക്കെ, ഫൈനൽ സ്പീഡ് കാണാൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V is equal to u plus at. Therefore 4 plus 3 into t. 10 meter per second ആണ്
തന്ന വെലോസിറ്റി അല്ലെങ്കിൽ ഫൈനൽ സ്പീഡ്. ഫൈനൽ സ്പീഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എങ്ങനെയാണ് കണ്ടത്? നമുക്കറിയാം F is equal to ma ആണ്. F is equal to m, a യിലെ is equal to F by m എന്ന് എഴുതാം. F by m എന്ന് പറയുമ്പോൾ നമുക്ക് ഫോഴ്സ് തന്നിട്ടുണ്ട്. അതിന്റെ m, what is m? m is 10, that's equal to 3 meter per second square. നമുക്ക് ഫൈനൽ സ്പീഡ് കാണാൻ u2 കാണാനുള്ള ഇക്വേഷൻ u1 plus 80 ആണ്. Then substituting. Second question, how much work has been done during this period? അതും നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ അനുസരിച്ചാണ്. S is equal to ut plus half at square. Okay. Then അവിടെ നമുക്കറിയാം 4 into 2 plus half into 80 square. What is a 3 into 2 square? Substitute ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് 40 meter എന്ന് കിട്ടും. How much work has been done during this period? Then work ആണ് നമുക്ക് കാണേണ്ടത്. Force into displacement. Displacement 14 കിട്ടി. 14 കിട്ടി. നമുക്ക് ഫോഴ്സ് എത്രയാണെന്ന് അറിയാം? 30 ആണ് into 14. 420 ജൂൾ കിട്ടും വർക്ക്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. Third question. What is the initial kinetic energy? What is the initial kinetic energy? Initial kinetic energy നമുക്കറിയാം half m v1 square. Half, what is mass? 10 into, what is v1? v1 is equal to 10. v1 is equal to 10. നമുക്ക് ആദ്യം കിട്ടിയല്ലോ. v1 4 ആണ്. ഫസ്റ്റ് വെലോസിറ്റി 4 ആണ് കേട്ടോ. 4, അതായത് v1 is equal to 4 നമുക്ക് തന്നിട്ടുള്ളതാണത്. 4 സ്ക്വയർ. ജൂൾ എന്ന് കിട്ടും. ജൂള് കൈനറ്റിക് എനർജി മീൻസ് എനർജിയുടെ യൂണിറ്റ് ആണ് ജൂൾ. Then the final kinetic energy ആണ് ചോദിച്ചേക്കുന്നത്. അത് K2. Half m v2 square. അവിടെ നമുക്ക് എങ്ങനെ എഴുതാം? half m. What is v2? 10 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 10 into 10. What is m? m സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ല, അതും 10 ആണ്. നമുക്ക് എന്ത് കിട്ടും? 5 into 10 into 10 കിട്ടും. That's equal to 500 joule. അപ്പൊ ഇനിഷ്യൽ kinetic energy 80 ജൂളും ഫൈനൽ kinetic energy 500 ജൂളും കിട്ടി. And what is the distance covered during this period? The distance covered during this period നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. S കണ്ടെത്തിയിരുന്നു 14 meter. And the show that the work done is equal to the change in the kinetic energy. നമുക്ക് അറിയാം K2 minus K1 ആണ് എന്ത്? work done. Therefore, K2 is 100 minus 80, that's equal to 420 joule. This 420 is same as that work. നമ്മൾ കണ്ടെത്തിയ force into displacement. Therefore, force എത്രയായിരുന്നു? 30, displacement 40, 420 joule. Okay. നമുക്ക് എന്ത് രണ്ടും കിട്ടി? Kinetic energy difference is equal to work done. നന്നായിട്ട് വായിച്ചു നോക്കുക. ഒരു പെൻസിലും ഒരു ബുക്കും എടുത്തിട്ട് ഞാൻ പറയുന്നത് വെറുതെ കേട്ടിരുന്നാൽ പോരാ. ആ ഒരു പേപ്പറും ഒരു ബുക്കും ഒരു പെന്നും എടുത്ത് ഈ ക്വസ്റ്റ്യൻ, അതായത് 15th ക്വസ്റ്റ്യൻ
എല്ലാം ഒന്ന് നന്നായിട്ട് ചെയ്ത് നോക്കുക. നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ എല്ലാനും ആ ഒരൊറ്റ പ്രോബ്ലത്തിൽ തന്നെ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളെ ഇക്വേഷൻ ഓഫ് മോഷൻ അനുസരിച്ചാണ് ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ കാണുന്നത്. ആക്സലറേഷനും ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ കാണും. അത് നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദെൻ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, അതായത് കൈനറ്റിക് എനർജിയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് വർക്ക് ഡൺ ആണെന്ന് മനസ്സിലാക്കി. ദാറ്റ് ഇസ് K2 - K1 is equal to വർക്ക് ഡൺ. അതിന് K1 ഇനിഷ്യൽ കൈനറ്റിക് എനർജിയും ഫൈനൽ കൈനറ്റിക് എനർജിയും കണ്ടെത്തി. V1 ഉം V2 ഉം കണ്ടെത്തി. S ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്തി. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ആൻസറിലേക്ക് എത്തി. ഓക്കെ, ക്ലാസ്സിൽ ഇപ്പൊ ഈ ചാപ്റ്റർ നമ്മള് പബ്ലിക് എക്സാമിന്റെ ഇതിൽ വന്നിരിക്കുന്ന ചാപ്റ്റർ ആണ്. നന്നായിട്ട് പഠിക്കണം യൂണിറ്റ്സുകള്. MCQന്, അതായത് നമുക്കറിയാം വൺ വേർഡ് ക്വസ്റ്റ്യൻസിന് പ്രാധാന്യം കൊടുത്തിട്ട് വേണം നമുക്ക് പഠിക്കാൻ. നമ്മുടെ സിലബസ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ മാറിയേക്കുന്നതാണ്. പ്രാവശ്യത്തെ എക്സാമോ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തരും, PDF ആയിട്ട് തരും. അപ്പൊ നിങ്ങൾക്ക് അത് നിങ്ങൾക്കൊരു മോഡലാണ്. കഴിഞ്ഞ എക്സാം എഴുതിയ പിള്ളേർക്ക് മോഡലായിട്ട് അതിന് മുമ്പുള്ള എക്സാം പാറ്റേണെ മാറ്റിയിട്ടാണ് കഴിഞ്ഞ വർഷം എക്സാം നടത്തിയത്. നിങ്ങൾക്ക് ഓരോ കൂട്ടത്തിന് മുൻപിൽ ഉണ്ട് എന്നുള്ളൊരു ആശ്വാസം ഉണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വർക്ക് എനർജി പവർ എന്നുള്ള ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. കാരണം പബ്ലിക് എക്സാമിനുള്ള പോർഷൻ ആണത്. ഇതിന്റെ യൂണിറ്റ്സ്, വർക്കിന്റെയും എനർജിയുടെയും യൂണിറ്റ്, പവറിന്റെ യൂണിറ്റ്. വർക്ക് എനർജി ജൂളിലാണ്, പവർ എന്തിലാണ്, വാട്ടിലാണ് എന്നുള്ളതൊക്കെ. പിന്നെ അതിന്റെ ഡയമെൻഷൻസ്, അതിന്റെ ആപ്ലിക്കേഷൻസ്, അതിന്റെ പ്രോബ്ലംസ് എല്ലാം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.